എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ നമ്മുടെ മാർഷൽ ആർട്സ് മാനും മാസ്റ്റർ റോഷിയും അവർ രണ്ടുപേരും തറയിൽ നിന്നും ആകാശത്ത് നിന്നും പൊരിഞ്ഞ അട്ടികെട്ടി ബഹളം. ഫൈറ്റിന് ശേഷം അവർ താഴേക്ക് വീഴും. അവനാണെങ്കിൽ വലിയൊരു പവർ ഉപയോഗിച്ച് മാസ്റ്ററിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ആ ഒരു പവറിന്റെ ഇമ്പാക്റ്റിൽ ചുറ്റുമുള്ള ഒന്നും കാണാൻ കഴിയാത്ത അവസരത്തിൽ ഇപ്പോൾ മാസ്റ്ററിനെ അവൻ ആഞ്ഞടിക്കും. മാസ്റ്റർ നോക്കൗട്ട് ആയി എന്ന് കരുതിയ ആ നിമിഷത്തിൽ അവന്റെ പ്രതീക്ഷകൾ തെറ്റിച്ച് മാസ്റ്റർ വീണ്ടും ബാക്ക് ടു നോർമലായി വരികയാണ്. അവനാണെങ്കിൽ അതൊരു ചെറിയ ഷോക്ക് ആവുമെങ്കിലും അവൻ മാസ്റ്റർ ഉപയോഗിക്കുന്ന ആ ഹാമേ പവർ അതിപ്പോ അവൻ നേരെ മാസ്റ്റർ റോഷിക്ക് നേരെ ഉപയോഗിക്കുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, ആ പവർ ഉപയോഗിക്കരുത്, ചുറ്റും ജനങ്ങളാണ്, അവർക്ക് അപകടമാണ്. പക്ഷേ അവനതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ ആ പവർ ഉപയോഗിക്കുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ ഒത്തിരി കഷ്ടപ്പെട്ട് ഇപ്പൊ ആ പവറിനെ ഡൈവേർട്ട് ചെയ്ത് മുകളിലേക്ക് അയക്കും. ആണെങ്കിൽ ഹായ് ആയിട്ട് പറയും, നിങ്ങൾ ഏതൊക്കെ പവർ ക്രിയേറ്റ് ചെയ്താലും എനിക്കത് കോപ്പി ചെയ്യാനായിട്ട് കഴിയും. അതിന് മാസ്റ്റർ പറയും, ഞാൻ പവറുകൾ മാത്രമല്ല ഹ്യൂമാനിറ്റിയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മത്സരത്തിന്റെ ലെവലിലായിട്ട് എടുക്കണം, അതല്ലാതെ അത് ഒരു കൊലയായി കാണാൻ പാടില്ല. സോ നിനക്കുള്ള മറുപടി അത് തരുന്നത് ഞാനല്ല, മറ്റൊരാളാണെന്ന് പറഞ്ഞ് മാസ്റ്റർ ആണെങ്കിൽ ആ ഒരു കോതയുടെ പുറത്തേക്ക് വരികയാണ്. സോ ഓട്ടോമാറ്റിക്കായി മാസ്റ്റർ ഇപ്പോൾ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. എല്ലാവർക്കും അത് കണ്ട് ഭയങ്കര അത്ഭുതം. ആങ്കർ ആണെങ്കിൽ വണ്ടർ അടിച്ച് ഇപ്പോൾ മാർഷൽ ആർട്സ് മാൻ ആള് ജയിച്ചതായിട്ട് പ്രീതി പ്രഖ്യാപിക്കും. മാസ്റ്റർ ആണെങ്കിൽ ഒന്നും പറയാതെ ആളുടെ കോഡിട്ട് ഇപ്പോൾ അവന്റെ മുൻപിലൂടെ കടന്നു പോവാണ്. അവനാണെങ്കിൽ വീണ്ടും മാസ്റ്ററോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്തത്? മാസ്റ്റർ അവന് വ്യക്തമായ മറുപടി കൊടുക്കാതെ ഇപ്പൊ ഗോകുവിന്റെയും മൊട്ടപ്പന്റെ അടുത്തേക്ക് വരും. അവരോട് പറയും, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ അവനെ വിട്ടു തരികയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവനെ ചെയ്യാം. നമ്മുടെ ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവില്ല, പക്ഷെ എങ്കിലും അവര് ഇപ്പൊ ആ മാർഷൽ ആർട്സ് മാനെ നേരിടാനായിട്ട് തയ്യാറായി കഴിഞ്ഞു. മാസ്റ്റർ റോഷി ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാതെ ഇപ്പോൾ ആ ജനങ്ങൾക്കിടയിലൂടെ നടന്നു പോകും. ന്യൂസ് റിപ്പോർട്ടേഴ്സ് ആണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. മാസ്റ്റർ മൗനം പാലിക്കും. ആണികൾക്കിടയിൽ കരഞ്ഞുകൊണ്ടിരുന്ന ഒരു കുഞ്ഞിനെ ആശ്വസിപ്പിച്ച് മാസ്റ്റർ അങ്ങനെ ദൂരേക്ക് നടന്നു പോവാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും ആ കാഴ്ച നോക്കി നിൽക്കും. ആൾക്ക് തൊട്ടു പിന്നാലെ ആ മാർഷൽ ആർട്സ് മാൻ ആൾ കടന്നു വരും. ഒരുപാട് മീഡിയാസ് ആണെങ്കിൽ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കും. അതിനവൻ ദേഷ്യപ്പെട്ട് ആ മീഡിയാസിനെ ആട്ടി ഓടിച്ച് അങ്ങനെ കടന്നു വരികയാണ്. ആണെങ്കിൽ ഇപ്പൊ മാർഷൽ ആർട്സ് മാന്റെ പെർഫോമൻസിനെ അഭിനന്ദിക്കും. വാവ്, നീ ശരിക്കും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു, നീ ഇത്രയും നന്നായിട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതിയതല്ല. മാസ്റ്റർ റോഷിയാണ് തോൽപ്പിച്ചത്, അവന്റെ ചമ്മി ഐസായ മുഖം ഞാൻ ക്ലോസപ്പിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ആൾ പൊട്ടിച്ചിരിക്കും. പക്ഷേ മാർഷൽ ആർട്സ് മാന്റെ മുഖത്ത് മാത്രം വലിയ സന്തോഷമില്ല. എനിക്കൊരല്പം റെസ്റ്റ് ആവശ്യമാണെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ നടന്നു പോകും. അവന്റെ മനസ്സിലാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ. എങ്കിലും എന്തുകൊണ്ടായിരിക്കും മാസ്റ്റർ റോഷി ആള് ത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്തത്? ആളുടെ മുഖത്ത് ഞാൻ ഒരല്പം പോലും ഭയം കണ്ടിരുന്നില്ല. സോ എന്നെ ഇൻസൾട്ട് ചെയ്യാനായിരിക്കോ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് ഭ്രാന്ത് പിടിച്ച അവനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വലിയ വാട്ടർ കണ്ടെയ്നേഴ്സിൽ ഇപ്പൊ അവന്റെ കൈ ചുരുട്ടി ഞെട്ടിക്കുകയാണ്. എനിക്കിത് വലിയ അപമാനമാണ്, വിക്ടറി ആയിട്ട് ഞാൻ കരുതുന്നില്ല എന്ന് പറഞ്ഞ് അവനങ്ങനെ അലറി നിലവിളിക്കും. കട്ട് ചെയ്ത ഇവിടെ ആങ്കർ ആണെങ്കിൽ അടുത്ത മത്സരാർത്ഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായിട്ട് മത്സരിക്കാൻ പോകുന്ന മറ്റാരുമല്ല നമ്മുടെ മൊട്ടപ്പനും. പോസ്റ്റായിട്ട് മത്സരിക്കുന്നത് ഗോകുവും. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ആൾക്കാരെല്ലാവരും ഞെട്ടുകയാണ്. അവർ മാത്രമല്ല, ഗോകുവും മൊട്ടപ്പനും അവർ രണ്ടുപേരും ഷോക്കാവും. ബൊലിമയ്ക്കാണെങ്കിൽ ഒരുപാട് വിഷമം തോന്നും. കാരണം അവർ രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടുന്നത് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ആരായിരിക്കും ഇടയിൽ വിന്നർന്ന് അവർ പരസ്പരം ചോദിക്കും. പക്ഷെ ലോഞ്ചനാണെങ്കിൽ യാതൊരു സംശയവുമില്ല, അവള് ഒറ്റ വാക്കിൽ അടിച്ചു പറയും, ജയിക്കാൻ പോകുന്നത് ഗോകു തന്നെയാണ്. ഇവിടെ ഗോകു ആണെങ്കിൽ വാമപ്പൊക്കെ ചെയ്ത് അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. ഒട്ടപ്പനാണെങ്കിൽ കുറച്ച് ടെൻഷനൊക്കെ തോന്നും. പക്ഷെ അവൻ വമ്പൻ ആറ്റിറ്റ്യൂഡിൽ ഇപ്പൊ ഗോകുവിനോട് പറയും, നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സാണ്, ബ്രദേഴ്സാണ്. പക്ഷെ ഒരു കാരണവശാലും ഗോതയിൽ അതിന്റെ യാതൊരു വിധത്തിൽ അത്തരത്തിലുള്ള യാതൊരു കൺസിഡറേഷനും നമ്മൾ കാണിക്കാൻ പാടില്ല. അത് നീ പ്രോമിസ് ചെയ്യണമെന്ന് പറയും. ഉടനെ ഗോകുവും അതിന് പ്രോമിസ് ചെയ്യാണ്. ഇവിടെ വിളംബര വാരവം ആ വിളംബര ചെണ്ട അത് ആഞ്ഞു കൊട്ടും. നമ്മുടെ ആശാന്മാർ രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്യാനായിട്ട് വേദിയിലേക്ക് കടന്നു വരും. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവർ ഗോതയിലേക്ക് വരുന്നത് കണ്ട് രണ്ടുപേരുടെയും പേരുകൾ അങ്ങനെ മാറി മാറി വിളിച്ച് അവർക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കും. മൊട്ടപ്പനാണെങ്കിൽ ഒരു സെക്കൻഡ് അവന് ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. സീറോയിലിരുന്ന അവൻ മാസ്റ്റർ റോഷിയുടെ അണ്ടറിൽ വന്ന് ട്രെയിനിങ് എടുത്ത് കൂടുതൽ പവർഫുൾ ആയതും വലിയ മലകൾ അത് കൈകൊണ്ട് തള്ളി നീക്കിയതും വെള്ളത്തിലൂടെ സ്പീഡിൽ സ്വിം ചെയ്തതും ഗോകുവിനെയും മാസ്റ്ററിനെയും വെച്ച് പുഷപ്പ് എടുത്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ആലോചിക്കും. ഞാനിപ്പോൾ വളരെ പവർഫുള്ളാണ്, ഇതെൻ്റെ പവർ കാണിക്കാനുള്ള സമയമാണ്, ഞാൻ വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഗോകുവിന് ബെസ്റ്റ് ഓഫ് ലക്ക് കൊടുക്കും. ഗോകുവും തിരിച്ച് അവനൊരു ബെസ്റ്റ് ഓഫ് ലക്ക് കൊടുത്ത് രണ്ടുപേരും ടെററായി ഫൈറ്റ് ചെയ്യാനായിട്ട് ഫേസ് ടു ഫേസ് അങ്ങനെ മുരച്ച് നിൽക്കും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ മാസ്റ്റർ റോഷി ആളാണെങ്കിൽ ആളുടെ വിഗും താടിയും മീശയും എല്ലാം ഊരി വെച്ച് വീണ്ടും മാസ്റ്റർ റോഷിയായിട്ട് മാറിയിരിക്കുകയാണ്. ഗുഡ് ബൈ ജാക്കി ചാൻ, ഇനി നമ്മൾ എപ്പോഴാണ് മീറ്റ് ചെയ്യാന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ലോങ് ഷോട്ടിലായിട്ട് ആ മാർഷൽ ആർട്സ് മാൻ അവനാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കണ്ട് ആയിട്ട് നിൽക്കുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ അവനെ തിരിഞ്ഞു നോക്കും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആശാന്മാർ അവരാണെങ്കിൽ മണിക്കൂറുകളായിട്ട് പരസ്പരം
കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്ത് തുറപ്പിച്ച് നിൽക്കുകയാണ്. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ ടെൻഷനായി ദേഷ്യപ്പെട്ട് ചോദിക്കും, സത്യം പറയും, നിങ്ങൾ എന്തിനാണ് മത്സരത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്തത്? അതിന് മാസ്റ്റർ ആണെങ്കിൽ അവനെ പേടിക്കുന്നത് പോലെ അഭിനയിച്ച് ഇപ്പൊ കണ്ണുനീരും ഒക്കെ തുടച്ച് ആ ടവലാണെങ്കിൽ അവന്റെ കയ്യിൽ വെച്ച് കൊടുക്കും. എനിക്ക് തരാൻ എന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആളങ്ങനെ കടന്നു പോവാണ്. അതുകൊണ്ട് കലിയിളകിയ ആ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ വീണ്ടും ദേഷ്യപ്പെട്ട് പറയും, ചോദ്യങ്ങൾക്ക് മറുപടി തരാതെ നിങ്ങൾ ഒരിക്കലും ഞാൻ ഇവിടുന്ന് പറഞ്ഞയക്കില്ല. അതിന് മാസ്റ്റർ പറയും, മാർഷൽ ആർട്സിനെ ഞാൻ വളരെയധികം റെസ്പെക്റ്റോട് കൂടെയാണ് കാണുന്നത്. അത് നിങ്ങൾ ഗ്രഡ്ജ് തീർക്കാനോ പക വീട്ടാനോ വേണ്ടിയല്ല ഞാൻ ഉപയോഗിക്കുന്നത്. നീ അതിനെ അത്തരത്തിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ആ മത്സരത്തിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമില്ലാതെ ഞാൻ ക്വിറ്റ് ചെയ്തത്. നീ ചെയ്ത തെറ്റിന് അതിനുള്ളത് തീർച്ചയായിട്ടും നീ അനുഭവിക്കും. അതിനുള്ളത് എൻ്റെ ശിഷ്യന്മാർ നിനക്ക് തരും. ഇതാ ഇവിടെ ഗോക്കുവിനെയും മൊട്ടപ്പനെയും കാണിക്കും. അവർ രണ്ടുപേരും വമ്പ ഫോഴ്സിൽ പരസ്പരം ഞെട്ടിക്കുകയാണ്. ഹാമേ പവറൊക്കെ ഉപയോഗിച്ച് പരസ്പരം ഏറ്റുമുട്ടി അവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെ ക്രിയേറ്റ് ആവും. ഇവിടെ മാസ്റ്റർ റോഷിയാണെങ്കിൽ ആ മാർഷൽ ആർട്സ് മാനോട് പറയും, ഞാൻ വർഷങ്ങളായിട്ട് നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. സത്യത്തിൽ നീയുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടത് ഞാനല്ല. ഇപ്പോൾ ആവശ്യം റെസ്റ്റാണ്. ഞാൻ റിട്ടയർഡായി. സോ എനിക്ക് പറ്റിയ ശിഷ്യന്മാരെ ഞാൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. സോ നിനക്ക് ആവശ്യമുള്ളതെല്ലാം അവർ തരും. അതിനുവേണ്ടിയാണ് ഞാൻ സ്വയമായി തോറ്റു തന്നത്. നീ മാർഷൽ ആർട്സ് അത് ഒരുപാട് പേരെ കൊല്ലുന്നതിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണുകയാണ്. അത് ശരിക്കും തെറ്റാണ്. അതിനവൻ പറയും, എനിക്ക് ഒരുപാട് പേരെ കൊല്ലാൻ ഒത്തിരി ഇഷ്ടമാണ്, ഞാൻ അത് തന്നെ ചെയ്യും. മാസ്റ്റർ റോഷിയാണെങ്കിൽ അത് കേട്ട് ശരിക്കും, നിനക്കതിനുള്ള ഗിഫ്റ്റ് ഞാൻ ഓൾറെഡി കരുതി കഴിഞ്ഞു. എനിക്ക് സൺസെറ്റ് കാണാൻ ആഗ്രഹമുണ്ട്. സോ മറ്റൊന്നും ചോദിക്കാനില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് കടന്നു പോവുകയാണെന്ന് പറഞ്ഞ് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് മാസ്റ്റർ ആണെങ്കിൽ മുൻപോട്ടേക്ക് നടക്കും. നോ, നീ എന്നെ ഫുൾ ടൈം ഇൻസൾട്ട് ചെയ്യാണ്, എന്നെ കളിയാക്കുകയാണ്. മര്യാദയ്ക്ക് എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും നീ മറുപടി തരുന്നില്ല. എന്നെ ഉപദേശിക്കാനോ ചേഞ്ച് ചെയ്യാനോ നിങ്ങൾ എൻ്റെ മാസ്റ്റർ അല്ലാന്ന് അവൻ അടിച്ച് ഒച്ചത്തിൽ വിളിച്ചു പറയും. അത് കേട്ട് മാസ്റ്റർ ആണെങ്കിൽ ടാറ്റ ബൈ ബൈ പറഞ്ഞ് കടന്നു പോകും. ഞാൻ കില്ലറാണ്, ഞാൻ എല്ലാവരെയും കൊല്ലും, കൊന്ന് എൻ്റെ പ്രതികാരം ഞാൻ വീട്ടുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ പല്ല് കടിച്ചു നിൽക്കും. കട്ട് ചെയ്ത ഇവിടെ ഗോക്കുവും മൊട്ടപ്പനും രണ്ടുപേരും യാതൊരു ദയം കാണിക്കാതെ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവരിൽ ആര് ജയിക്കുന്ന അറിയാനായിട്ട് ആകാംക്ഷയോട് കൂടെ നോക്കി നിൽക്കുകയാണ്. ആദ്യം ഫ്ലോറിൽ നിന്ന് ഫൈറ്റ് ചെയ്യും, പിന്നീട് അങ്ങനെ ഫ്ലൈ ചെയ്ത് ഉയർന്ന് ഇപ്പൊ സ്കൈയിൽ വെച്ച് ഫൈറ്റ് ചെയ്യും. അതിനുശേഷം ബോറടിക്കുമ്പോൾ താഴെ നിന്ന് വീണ്ടും ഫൈറ്റ് ചെയ്യും. മൊട്ടപ്പനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഗോക്കുയെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യും. വാവ്, നിന്റെ ഫൈറ്റ് ഒക്കെ ശരിക്കും നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഓരോ പഞ്ചിനും നല്ല പവർ. അത് കേട്ട് ഗോക്കു പറയും, നീ എൻ്റെ പഞ്ചുകളെല്ലാം കറക്റ്റായിട്ട് ഡോച്ച് ചെയ്തു. അസിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി നിനക്ക് വളരെ കൂടുതലാണെന്ന് പറയും. ഇവിടെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ ഗോക്കുവിനെ സപ്പോർട്ട് ചെയ്യും. ആ സമയം ലോഞ്ച് ആണെങ്കിൽ ഉച്ചത്തിൽ മൊട്ടപ്പനോട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞ് വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് എല്ലാവരും ഞെട്ടും. നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ രണ്ട് ടീമായിട്ട് പിരിഞ്ഞ് ഗോക്കുവിനും മൊട്ടപ്പനും ഒരുപോലെ സപ്പോർട്ട് കൊടുക്കുകയാണ്. ജനങ്ങളെല്ലാവരും ആവേശത്തോടു കൂടെയും സന്തോഷത്തോടു കൂടെയും ആ ഒരു ഫൈറ്റ് കാണും. ഗോക്കുവും മൊട്ടപ്പനും ആണെങ്കിൽ അവരുടെ ഫുൾ ഫോഴ്സിൽ മുകളിലേക്ക് അങ്ങനെ ഉയർന്നു പൊന്തും. അതുകൊണ്ട് എല്ലാവരും വണ്ടറടിക്കും. ഇവിടെ ആ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ കണ്ണു തള്ളി അത് നോക്കി നിൽക്കുകയാണ്. മാസ്റ്റർ റോഷിക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അഭിമാനം. മൊട്ടപ്പനാണെങ്കിൽ കുറെ കൂടെ ഫോഴ്സിൽ മുകളിലേക്ക് പോയി ഇപ്പൊ നമ്മുടെ ഗോക്കുവിന്റെ തലയ്ക്ക് ആഞ്ഞൊരു കിക്ക് കൊടുക്കും. ആ ഒരു കിക്ക് കിട്ടി നമ്മുടെ ഗോക്കു ആണെങ്കിൽ താഴേക്ക് ഒന്ന് വീഴുകയാണ്. ഗോക്കു ആണെങ്കിൽ മുകളിലേക്ക് നോക്കും, ഇതെന്റെ ടേൺ ആണ്, ഞാൻ തന്നെ സ്കോർ ചെയ്യുന്നു പറഞ്ഞ് താഴേക്ക് വരുന്ന മുട്ടപ്പനെ ഇപ്പൊ ആ ഞെട്ടിക്കുകയാണ്. അവനാണെങ്കിൽ ഉണ്ടയായി തീർന്ന് ദൂരേക്ക് പോകും. ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്ത രണ്ടുപേരും ഇപ്പൊ വീണ്ടും ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുകയാണ്. ഭയങ്കരാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ അവരെ കുറിച്ച് രണ്ടുപേരെ കുറിച്ചും പുകഴ്ത്തി തള്ളിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ കാണികൾക്കും നമ്മുടെ ആൾക്കാർക്കും ഫൈറ്റ് ചെയ്യാൻ ഒരുപോലെ ആകാംക്ഷ. ദൂരത്തായിട്ട് ആ മാർഷൽ ആർട്സ് മാൻ ആളാണെങ്കിൽ ടെൻസ്ഡ് ആവും. ഈ ഒരു ഗെയിമിൽ ഗോക്കു ജയിച്ചേ പറ്റൂ, എനിക്ക് അവനോട് റിവഞ്ച് ചെയ്യണം. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പബ്ലിക്കായിട്ട് എനിക്ക് അവനെ ഇല്ലാതാക്കണം എന്നവൻ പല്ല് കടിച്ചു പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.